ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മിൻ യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ ടാർഗറ്റ് എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ 24 hours കുക്കീസ് കഴിക്കലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗൈസ്. നമ്മുടെ കടല ബിസ്ക്കറ്റും അതിൻ്റെ കൂടെ നല്ല പാൽ ചായയുമാണ് ഗൈസ്. അങ്ങനെ കടല ബിസ്ക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ് ഗൈസ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ എന്താക്കി നമ്മൾ അത് കഴിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ വെറൈറ്റി വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജാപ്പറൊക്കെ ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി എന്ന് പറയുന്നത്. ഈ ഒരു ബിസ്ക്കറ്റാണ് ഗൈസ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് കഴിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്തൊക്കെ ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ എന്തൊക്കെ അതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ വാങ്ങിയിട്ടുണ്ട്. എത്ര തിന്നു എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ആദ്യത്തേത് നമ്മൾ നൈസായിട്ട് തിന്ന്, ഇത് 2 തിന്ന്, ഇത് 3. എല്ലാത്തിനും ഫസ്റ്റത്തെ ഒരു ചെറിയൊരു ഭാഗവും പിന്നെ അതൊക്കെ കാണിക്കുന്നുള്ളൂ ഗൈസ്. കാരണം എന്താ വെച്ചാൽ മൊത്തമായിട്ട് എഡിറ്റാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ എത്ര 5-മത്തോ 6-മത്തിലാണ് ഗൈസ് തിന്നുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എണ്ണിയാൽ മതി. അങ്ങനെ ഫൈനലി എന്താക്കാം, അതും ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം എന്താക്കാം നമ്മുടെ വയറ് നിറയ്ക്കുന്നതാണ് നമ്മുടെ പരിപാടി. കാരണം ഉച്ചക്ക് നമുക്ക് ഹെവി ആയിട്ട് ഫുഡ് വേണ്ട ഒരു ടൈമാണല്ലോ ഗൈസ്. ഏകദേശം നമ്മളിപ്പോൾ കുറേ എണ്ണം തിന്നിട്ടുണ്ട്. അങ്ങനെ എന്താക്കി ഗൈസ്, അപ്പോൾ ഇനി ഒരു 2-3 തിന്നാന്നാണ് നമ്മളെ പ്ലാനിങ്. അങ്ങനെ എന്താക്കുക, നമ്മളിതേ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മളിതേ ഏകദേശം ഒരു പകുതിയോളം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെയാണ് അതേ ഇവിടെ വെക്കുകയാണ് ഗൈസ്. അനിയനും അനിയത്തിക്കും വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചായക്കോ എന്തിനേയും കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ ഇവിടെ ഡൺ. നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ദേ നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് എരിവുള്ള ബിസ്ക്കറ്റാണ് ഗൈസ്. അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടെ കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു എരിവ് ടേസ്റ്റൊക്കെ വരും ഗൈസ്. അങ്ങനെ അതൊക്കെ ഇത് നമുക്ക് എന്തായാലും അധികം തിന്നാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരത്തെ ചായയാണ് ഇപ്പം നമ്മൾ ദേ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിത് ഇത് ആദ്യം തന്നെ നോർമലായിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ ചായയിൽ മുക്കി കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഓവർ എരിവ് ഉണ്ടാവുന്ന, പക്ഷേ അത്ര എരിവ് ഉണ്ടായില്ല. എന്നാലും ഒരു ആവറേജ് എരിവൊക്കെ ഉണ്ട് ഗൈസ്. എന്നാലും ഇതൊരു നമുക്കൊരു 2-3 കഴിക്കാൻ പറ്റും ഗൈസ്. എരിവുള്ള നമുക്ക് അധികം കഴിക്കാൻ പറ്റൂല എന്തായാലും. അങ്ങനെ ഫൈനലി നമ്മൾ എന്താക്കാം, വൈകുന്നേരത്തെ ചായൻ്റെ പരിപാടി ഇത് ഇവിടെ ഇപ്പോൾ തീർക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് എന്താക്കാം ഇനി രാത്രിയത്തെ പരിപാടിയും കൂടെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി വൈകുന്നേരത്തെ കാര്യം ഇവിടെ ഡൺ ആയിട്ടുണ്ട്. ഫൈനലി ഇതാണ് നമ്മുടെ രാത്രിയത്തെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഫൈനലി ഇതിൻ്റെ കളറും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മധുരമുള്ളതാണ്. അങ്ങനെ കഴിച്ചൊക്കെ മനസ്സിലായി ഇത് എരിവുള്ളതാണ്. അങ്ങനെ അവസാനം രാത്രി കുറേ തിന്നാന്ന് വിചാരിച്ചാൽ നമ്മളെ പ്ലാൻ അങ്ങ് വർക്കൗട്ട് ആയില്ല. അപ്പോൾ 2-3 നമ്മൾ കഴിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ മധുരമുണ്ടെന്നും എനിക്കറിയാം. അതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം മുതൽ പോകുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന് മനസ്സിലായി ഗൈസ്. അപ്പോൾ ഇത് എരിവുള്ളതാണോ മധുരമുള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്തൊക്കെ 4 വെറൈറ്റി ബിസ്ക്കറ്റ് അങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്തത്. വൈകുന്നേരം തിന്ന ബിസ്ക്കറ്റിന്റെ കൈനേര് കൂടുതലാണ്. അപ്പോൾ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഫൈനലി ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ മുമ്പിട്ട വീഡിയോസും കാണുക. ഓക്കെ, അപ്പോൾ ഇനിയും കുറെ വെറൈറ്റി വ്ളോഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം മിൻഹു ടു ഗൈസ്.